നമസ്കാരം. ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരക്കേറിയ ഈ ഒരു ജീവിതത്തിൽ തന്റെ പങ്കാളിക്കും അതുപോലെ ലൈംഗിക ജീവിതത്തിനും എത്രമാത്രം പ്രാധാന്യം നൽകണമെന്നുള്ളത് പലർക്കും അറിയത്തില്ല. പങ്കാളിക്ക് പ്രാധാന്യം നൽകുന്നതിനോടൊപ്പം തന്നെ ലൈംഗിക ജീവിതത്തിനും വളരെ പ്രാധാന്യമുണ്ട്. ഇങ്ങനെ പ്രാധാന്യം നൽകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ ചില്ലറയല്ല. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. തിരക്കേറിയ ജീവിതം നയിക്കുന്നതിനാൽ പലർക്കും പങ്കാളിയോടൊപ്പം സമയം ചെലവഴിക്കാൻ അധികമൊന്നും പറ്റാറില്ല. ജോലി, കുടുംബം, പരിമിതമായ ഒഴിവു സമയം എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള ദൈനംദിന സമ്മർദ്ദങ്ങൾ പലപ്പോഴും ലൈംഗികതയെ പിന്നോട്ടടിക്കുന്നു എന്നതാണ് സത്യം. ആരോഗ്യകരമായ ലൈംഗിക ബന്ധത്തിന് സമയവും ശ്രദ്ധയും വളരെ ആവശ്യമാണ്. പക്ഷേ സമ്മർദ്ദമുള്ള ജോലി, കുടുംബ ചുമതലകൾ എന്നിവ കാരണം പലർക്കും അതിനുള്ള അവസരങ്ങൾ കുറഞ്ഞു പോകുന്നു. മാനസിക സമ്മർദ്ദവും ക്ഷീണവും ലൈംഗിക ആഗ്രഹത്തെ വളരെയധികം കുറയ്ക്കുന്നു. സ്ട്രെസ് ഹോർമോണുകളായ കോർട്ടിസോൾ, എപ്പിനെഫ്രിൻ തുടങ്ങിയവ ലൈംഗിക ആഗ്രഹത്തെ കുറയ്ക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. മദ്യം, പുകവലി പോലുള്ളവയും ലൈംഗിക ആരോഗ്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കും. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ, മറ്റു മരുന്നുകളുടെ ഉപയോഗം, ആരോഗ്യകരമല്ലാത്ത ഭക്ഷണശീലം എന്നിവയും ലൈംഗികതയെ ബാധിച്ചേക്കാം. ടെക്നോളജിയുടെ അഡിക്ഷൻ ഉള്ളവരിലും മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത് കാരണം ലൈംഗിക ആഗ്രഹം കുറയാറുണ്ട്. അശ്ലീല വീഡിയോകൾ അധികമായി കാണുന്നവരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ ഗുണങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓട്ടം അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നത് പോലെ ശരീരത്തിന്റെ നല്ല ഹോർമോണായ സെറോട്ടോണിന്റെ അളവ് പുറന്തള്ളുന്ന ഒരു എയറോബിക് വ്യായാമം കൂടെയാണ് ലൈംഗിക ബന്ധം. ലൈംഗിക വേളയിൽ തലച്ചോർ എൻഡോൾഫിനുകളും ഓക്സിറ്റോസിനും പുറത്തുവിടുന്നു. ഇത് നമ്മെ റിലാക്സ് ചെയ്യിക്കാനും ഉത്കണ്ഠകളിൽ നിന്ന് മനസ്സിനെ അകറ്റി നിർത്താനും സഹായിക്കുന്നു. നല്ല ലൈംഗിക ബന്ധത്തിന്റെ സമയത്ത് നമ്മുടെ തലച്ചോറിൽ വിവിധ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അവ എന്താണെന്നറിയാം. ഡോപ്പോമിൻ, സന്തോഷവും സംതൃപ്തിയും വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് ഡോപ്പോമിൻ. ലൈംഗിക ബന്ധത്തിനിടയിൽ ഡോപ്പോമിന്റെ അളവ് ശരീരത്തിൽ സ്വാഭാവികമായി കൂടും. തലച്ചോറിലെ റിവാർഡ് സിസ്റ്റത്തെയും പ്രഷർ സെന്ററുകളെയുമാണ് ഡോപ്പമിൻ പ്രധാനമായും സ്വാധീനിക്കുന്നത്. ആസ്വദിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ റിവാർഡ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഡോപ്പമിൻ റിലീസ് ചെയ്യപ്പെടുന്നു. ഇത് ആനന്ദത്തിന്റെയും പ്രചോദനത്തിന്റെയും വികാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തതായി ഓക്സിറ്റോസിൻ. ലവ് ഹോർമോൺ എന്ന് വിളിക്കപ്പെടുന്ന ഓക്സിറ്റോസിൻ നല്ല ബന്ധങ്ങൾ, അവയിലെ പരസ്പര വിശ്വാസം, വാത്സല്യം, ആലിംഗനം എന്നീ സാഹചര്യങ്ങളിൽ തലച്ചോറിൽ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ലൈംഗിക വേളയിലെ ഊഷ്മളമായ ബന്ധവും ഇടപെടലുകളും അനുഭവിക്കുമ്പോഴും ധാരാളം ഓക്സിറ്റോസിൻ ഉണ്ടാകും. സ്നേഹവും വിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. അടുത്തതായി സെറോട്ടോണിൻ. സെറോട്ടോണിൻ എന്ന ഹാപ്പി ഹോർമോണും ലൈംഗിക ബന്ധത്തിന്റെ സമയത്ത് ശരീരത്ത് നന്നായി ഉൽപ്പാദിപ്പിക്കപ്പെടാറുണ്ട്. സംതൃപ്തി, ശാന്തത, സന്തോഷം എന്നിവ പ്രദാനം ചെയ്യുന്ന ലൈംഗിക വേളയിൽ തലച്ചോറിൽ സെറാട്ടോണിൻ ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. സെറാട്ടോണിൻ മൂഡ് നിയന്ത്രിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഇത് സന്തോഷം, സമാധാനം, പ്രത്യാശ എന്നിവ വർദ്ധിപ്പിക്കുന്നതിനാൽ ഹാപ്പി ഹോർമോൺ എന്നാണ് വിളിക്കപ്പെടുന്നത്. ലൈംഗിക പ്രവർത്തനങ്ങളുടെ സമയത്ത് വൈകാരിക സംതൃപ്തിയും ആനന്ദവും വർദ്ധിപ്പിക്കുന്നതിനായി സെറാട്ടോണിന്റെ അളവ് ശരീരത്തിൽ ഉയരുന്നു. രതിമൂർച്ചയ്ക്ക് മുമ്പും ശേഷവും സെറാട്ടോണിന്റെ അളവ് കൂടുതലായിരിക്കും. ഇനി അടുത്തതായി എൻഡോൾഫിൻ. ശാരീരിക വ്യായാമം, ചിരി, കളി തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളുടെ പ്രതികരണമായിട്ടാണ് ഈ ഹോർമോണുകൾ പുറത്തുവരുന്നത്. എൻഡോൾഫിനുകളുടെ ഉൽപാദനത്തിന് പ്രേരിപ്പിക്കുന്ന ഇത്തരം ശാരീരിക പ്രവർത്തനങ്ങൾ ലൈംഗിക വേളകളിൽ ധാരാളം നടക്കുന്നു. ഇത് വേദന ശമനമുണ്ടാക്കുന്ന സ്വാഭാവിക ഓപ്പിയോയിഡ് ഹോർമോൺ കൂടെയാണ്. മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും അതുവഴി നിങ്ങളുടെ സന്തോഷത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനും വൈകാരികമായി ആരോഗ്യത്തോടെ ഇരിക്കാനും നിങ്ങളെ സഹായിക്കുന്നു. ഇനി അടുത്തതായി പ്രൊലാക്റ്റിൻ. ഇത് ലൈംഗിക അനുഭവത്തിനു ശേഷം ഉണ്ടാകുന്ന സുഖസന്തോഷ അവസ്ഥയ്ക്ക് കാരണമാകുന്ന മറ്റൊരു ഹോർമോണാണ്. ഈ ഹോർമോണുകളുടെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആരോഗ്യപ്രദവും സുഖകരവുമായ ലൈംഗിക അനുഭവം ലഭിക്കാൻ സഹായിക്കുന്നു. യഥാർത്ഥത്തിൽ എല്ലാ ഹാപ്പി ഹോർമോണുകളും ഒരേ സമയം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നല്ല ലൈംഗികത ആസ്വദിക്കുന്ന വേളയിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ലൈംഗികത ഒരു ശ്രേഷ്ഠമായ പ്രവൃത്തിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ലൈംഗികത ശരീരത്തിൽ ഒരു മരുന്ന് പോലെ പ്രവർത്തിക്കുന്നു. തുറന്ന മനസ്സോടെ
ലൈംഗിക ആരോഗ്യത്തെ സമീപിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.